ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബലിയായിട്ട് എൻ്റെ ദൈവം സ്വയം നൽകുന്നൊരു നല്ല വെള്ളിയാഴ്ചയാണിത്, ഗുഡ് ഫ്രൈഡേ. ജെറുസലേം ദൈവാലയത്തിൽ യഹൂദ പുരോഹിതന്മാർ ബലിയർപ്പിക്കാനായി വിറക് കഷ്ണങ്ങളുമായി പടി കയറുന്ന അതേ സമയത്ത് തന്നെയാണ് ക്രിസ്തു കുരിശുമായി ബലിയാകാൻ കാൽവരി മല കയറുന്നതെന്ന് കേൾക്കുമ്പോഴും, പാപമോചനത്തിനായുള്ള കുഞ്ഞാട് കൊല്ലപ്പെടുന്ന അതേ സമയത്ത് തന്നെയാണ് ക്രിസ്തു കുരിശിൽ കൊല്ലപ്പെടുന്നതെന്ന് കേൾക്കുമ്പോഴുമൊക്കെ ഉള്ളിലുയരുന്ന വലിയൊരു ആന്തലുണ്ട്. കർത്താവ് ഇത്രയും നാളായിട്ട് ഈ ഒരു കുരിശിനെ വെറും ഒരു മരക്കഷണമായി ഞങ്ങൾ കരുതിപ്പോയല്ലോ എന്നോർത്ത്, ഈ കുരിശിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാമത്തെ തിരുവചനം ധ്യാനിക്കണം. ആരും എന്നിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുന്നതല്ല, ഞാൻ സ്വമേധയാ സമർപ്പിക്കുന്നതാണ്. അതായത് ഇത് കൊലപാതകമായിരുന്നില്ല, ബലിയായിരുന്നുവെന്നർത്ഥം. ക്രിസ്തുവിൻ്റെ മരണം ഒരു ബലിയായിരുന്നെങ്കിൽ ആ കുരിശ് അവൻ്റെ ബലിപീഠമാവണമല്ലോ. ആ കുരിശിനെ ചെങ്കോലായിട്ട് വചനം നമ്മളോട് പറഞ്ഞു തരും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം, നിങ്ങൾ എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ വെറും ഒരു സാധാരണ മരക്കഷണങ്ങളെ പോലെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ സാധാരണ മരക്കഷണങ്ങളെ പോലെ നിന്ദിച്ചു. ഈ കുരിശിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ട്, ആ കുരിശിൽ നടന്ന ബലിയെക്കുറിച്ച് ഇതുവരെ ധ്യാനിക്കാത്തത് കൊണ്ട് കുരിശിൻ്റെ വലിയ മഹത്വം എന്താണെന്ന് നമുക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. എല്ലാം തുടങ്ങുന്നത് ഗെത്സമൻ തോട്ടത്തിൽ നിന്നാണ്. അവിടെ ഒരാൾ ഇങ്ങനെ രക്തം വിയർക്കാനും മാത്രമുള്ള ഒരു മാനസിക വ്യഥയിലൂടെ കടന്നു പോകുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? മെഡിക്കൽ സയൻസ് പറയണതനുസരിച്ചിട്ട് ഈ ഒരു രക്തം വിയർക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ സ്കിന്ന് കുഞ്ഞുങ്ങളുടേതുപോലെ ഇങ്ങനെ അതിലോലമായി പോകുന്ന, പിന്നീട് ഒരു തലോടൽ പോലും ഇയാൾക്ക് വളരെയധികം വേദനകൾ ഉണ്ടാക്കും. അങ്ങനെ അത്രയ്ക്ക് കഠിനമായ ഒരു വേദനയിലൂടെ, മാനസിക സംഘർഷത്തിലൂടെ കർത്താവ് കടന്നു പോകാനുള്ള കാരണം എന്തായിരിക്കണം? ഉറപ്പായിട്ടും അത് ഈശോ കുരിശുമരണത്തിന് വിധിക്കപ്പെടുമല്ലോ എന്നോർത്തിട്ടൊന്നുമല്ല, പിറ്റേ ദിവസം കുരിശിൽ മരിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഓർമ്മയല്ല ഈശോയെ പ്രയാസപ്പെടുത്തിയത്. കാരണം അച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈശോ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ റോമാക്കാർക്കെതിരെ വിപ്ലവം നടത്തിയിട്ടുള്ള 100 കണക്കിന് യഹൂദര് ധൈര്യത്തോടുകൂടെ ഈ കുരിശുമരത്തിലേക്ക് മരണത്തിനായി കയറിപ്പോകുന്നത് ഈശോ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ കുരിശുമരണം ക്രിസ്തുവിനെ ഭയപ്പെടുത്തുമെന്ന് തോന്നണില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അതായിരുന്നില്ല ഈശോയ്ക്ക് ഇത്രമാത്രം വേദനയുണ്ടാക്കാൻ കാരണം. നേരെ മറിച്ച് ഈ കുരിശിൽ താൻ മരിക്കാൻ പോകുന്നത് ദൈവപുത്രനായിട്ടല്ല, പാപികൾക്ക് പകരം ഒരു പാപിയെ കണക്കാണ്. ഒരു പാപിയുടെ ഏറ്റവും വലിയ വേദനയെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ജനിച്ച നാൾ മുതൽ ഇങ്ങനെ ഒരു ജീവശ്വാസം കണക്ക് അപ്പ 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 എന്ന് മാത്രം വിളിച്ച് ജീവിച്ചിരുന്ന ക്രിസ്തുവിന് തൻ്റെ അപ്പനിൽ നിന്ന് വരുന്ന ഈ കുറച്ച് നേരത്തേക്കെങ്കിലുമുള്ളൊരു അകൽച്ച, അത് ആലോചിക്കാൻ കൂടി വയ്യ. നമ്മൾ കാണുന്നുണ്ട്, അത്രയും നാൾ ഈശോ ഒരിടത്ത് പോലും ഈ സ്വർഗത്തിലുള്ള ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നില്ല, അപ്പ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. എന്നാൽ കുരിശിൽ മരണത്തിൻ്റെ നേരത്ത് കർത്താവ് വിളിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ദൈവമേ എന്നുള്ള വിളി അത് പുത്രൻ്റെ വിളിയല്ല, പാപിയുടെ വിളിയാണ്. ഈ ഒരു അകൽച്ചയെ ഓർത്തിട്ടാണ് ഈശോ ഇത്രയും നേരത്തെ തന്നെ ഈ ഗെത്സമൻ തോട്ടത്തിൽ ഇത്രയും വലിയ മാനസിക വ്യഥയിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു നേർത്ത തൊലി പോലും നേർത്തു പോകുന്ന വിധത്തിൽ, രക്തം പോലും വിയർക്കുന്ന വിധത്തിൽ ആകെ ബലഹീനനായ ഒരു മനുഷ്യനെയാണ് അവർ പാതിരാത്രിയിൽ തള്ളിയും ഉന്തിയും കുത്തിയും ഒക്കെ ആയിട്ട് പല കോടതികളിലായിട്ട് കൊണ്ടുപോയി വിചാരണ നടത്തണേ. ആലോചിച്ച് നോക്കണം, യഹൂദൻ്റെ നിയമം അനുസരിച്ച് ഒരു സൂര്യാസ്തമയത്തിന് ശേഷം ഒരു കോടതിയിലും വിചാരണ നടത്താനേ പാടില്ല. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് അന്യായമായി, അനീതിപരമായി ക്രിസ്തുവിനെ 4 കോടതികളിൽ അവർ വിചാരണയ്ക്ക് വിധേയനാക്കുന്നത്. ആ വിചാരണയ്ക്കിൻ്റെ ഒടുവിൽ 4ാമത്തെ കോടതി അവസാനം പീലാത്തോസിൻ്റെ അവിടെ അവസാനിക്കുന്ന നേരത്ത് ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ചിന്തയോടുകൂടെ അയാൾ ചമ്മട്ടിയടിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചമ്മട്ടിയടി കഴിയുന്നതോടുകൂടെ ക്രിസ്തുവിനെ വിട്ടയക്കാൻ അവർ പറയണം. അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടക്കണം. ഈശോയെ കാണുന്നതോടുകൂടെ ഇനി എങ്ങനെയെങ്കിലും അവനെ വിട്ടയച്ചാൽ മതി എന്ന് സിമ്പതി തോന്നുന്ന വിധത്തിൽ മർദ്ദിക്കാനാണ് ആവശ്യപ്പെടുന്നത്. വലിയൊരു കയറിൻ്റെ ചാട്ട, അതിൻ്റെ അറ്റത്ത് ലെതർ വെച്ചുണ്ടാക്കി സ്ട്രാപ്പ്, അതിൻ്റെ മുകളിലായിട്ട് കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് കഷ്ണങ്ങൾ, ഈയക്കട്ടകൾ, അതിനോടുകൂടെ മൂർച്ചയുള്ള എല്ലിൻ കഷ്ണങ്ങൾ.
ഇത് വെച്ച് ഈശോയെ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ മാംസം തെറിക്കുന്നത്ര വേദനയാണ്, മാംസം തെറിച്ചു പോകുന്ന അനുഭവമാണ്. ഈ ഈയ കഷ്ണങ്ങളും ഇരുമ്പ് കട്ടകളും കൊണ്ട് ഒരു അടിയടിക്കുമ്പോൾ മാംസം തെറിച്ചു പോകുന്ന അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ഈ ഒരു ഞരമ്പുകളെ പോറലേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൂർച്ചയുള്ള എല്ലിൻ കഷ്ണം കൂട്ടിച്ചേർക്കണേ. അങ്ങനെയുള്ള യഹൂദൻ്റെ നിയമം അനുസരിച്ച് 40 കുറച്ച് 39 അടിയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. ഇങ്ങനെ ആദ്യത്തെ അടിയിൽ തന്നെ മാംസം തെറിച്ചെങ്കിൽ യെശയ്യാ പ്രവാചകനൊക്കെ പറഞ്ഞതുപോലെ ഉഴവ് ചാല് പോലെ ഉഴുതി കിടക്കുന്നത് കണക്ക് ഒരു മനുഷ്യൻ്റെ മേല് മുഴുവൻ ഇവർ അടിച്ചിങ്ങനെ ഉഴുതു മറിച്ചിട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇങ്ങനെ പോറലേറ്റ ഈ ഒരു ഞരമ്പ് പിന്നീട് ഓരോ തവണയും സൂചി കുത്തി തുളയ്ക്കുന്ന വേദനയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ തലയിലേക്കാണ് ഇവർ 1-2 ഇഞ്ച് നീളമുള്ള മുള്ളുകളടങ്ങിയ ഒരു മുൾക്കിരീടം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണേ. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയണത് ഈ ഒരു ചുറ്റിക എടുത്തിട്ട് ആണി എടുത്ത് തലയിൽ വെച്ചടിച്ച് ഈ തലയോട്ടിയോളം എത്തുന്ന വേദനയെന്നാണ് പറയണേ. അങ്ങനെ എന്ത് ചെയ്താലും ഒടിഞ്ഞു പോവാത്ത, ചതഞ്ഞ് മാത്രം പോകുന്ന അത്രയ്ക്ക് ബലമുള്ള ഒരു മുൾക്കിരീടം ഉണ്ടാക്കി ഇവർ ഈ തലയിലിങ്ങനെ അമർത്തി വെക്കുന്നുണ്ട്. തലയോട്ടിയോളം ചെല്ലുന്ന വേദനയിൽ ഈ രക്തം വാർന്നു തുടങ്ങുന്നുണ്ട്, കർത്താവിൻ്റെ കാഴ്ച മങ്ങുന്നുണ്ട്, ഇങ്ങനെ ഓർമ്മ മറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിലേക്ക് 300 പൗണ്ട് ഭാരമുള്ള ഒരു കുരിശ്, അതായത് 136 കിലോ, അതെടുത്ത് വെച്ചിട്ട് നടക്കാൻ പറയാം. ഈ നടക്കുന്ന സ്ഥലത്ത് മുഖമടിച്ചും മുട്ടുകുത്തിയും കർത്താവ് വീഴുന്നത് 3 തവണയൊന്നുമല്ല, ഏതാണ്ട് 30 തവണയെങ്കിലും വീണിട്ടുണ്ടാകും. കാരണം അവിടെ നിന്ന് കാൽവരിയിലേക്കുള്ള യാത്ര 600 മീറ്റർ എന്നാണ് പറയണത്. അര കിലോമീറ്ററിൽ കുറച്ചുകൂടെ കൂടുതലുള്ളൂ. പക്ഷേ അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഈശോയ്ക്ക് എടുത്ത സമയം 3 മണിക്കൂറാണ്. അതുകൊണ്ടാ പറയണത് 3 തവണയൊന്നുമല്ല ഈശോ വീണേക്കണം, 30 തവണയെങ്കിലും വീണിട്ടുണ്ടാവും. ഈ മുഖമടിച്ചും മുട്ടടിച്ചും വീഴുന്നതോടുകൂടെ രക്തം വാർന്ന് ഇങ്ങനെ വിളറി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ അവിടെ കൊണ്ടുപോയിട്ട് ഈ കുരിശിൽ കൊണ്ടുപോയി ആണിയടിക്കാനായിട്ട് എടുക്കുമ്പോൾ 5 തുടങ്ങി 7 ഇഞ്ച് വരെ നീളമുള്ള ആണി എന്നാണ് പറയണേ. അതിനകത്തിങ്ങനെ ഈ കൈയുടെ റിസ്റ്റിൽ അടിക്കണേ. അടിച്ചു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഓരോ തവണ അടിക്കുമ്പോഴും ഈ വൈദ്യുതി പ്രവാഹമാണ് നടക്കണേ. ശരിക്കും പിന്നെ കൈ അനക്കിയാൽ ഷോക്ക് അടിപ്പിക്കുന്ന വിധത്തിൽ വെറുതെ അല്ല കർത്താവ് കുരിശിൽ കിടന്ന് വിറക്കണേ. ഈ കാലിൻ്റെ മണിബന്ധത്തിൽ അടിച്ചു കയറ്റുമ്പോൾ ശരിക്കും ഈ കുപ്പിച്ചില്ലുമ്മ ചവിട്ടി നിൽക്കുന്ന വേദനയാണെന്ന് പറയണേ. ഇതൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വേദനിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഏതാണ്ട് 6 മണിക്കൂറോളം ഈ കുരിശിൽ കിടന്ന് ശ്വാസമെടുക്കാൻ പറ്റാത്ത വിധത്തിൽ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കണം. കൊടിയ വേദനയിലൂടെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ നഗ്നനായിട്ട് നിൽക്കുന്ന ഒരാൾ. അത് കർത്താവിൻ്റെ ഈ ഉള്ള വസ്ത്രമൊക്കെ ഉരിഞ്ഞു കളയണ നേരത്ത് മുറിവുകളൊക്കെ ഇങ്ങനെ വിയർപ്പ് കൊണ്ട് അടഞ്ഞു പോയത് വീണ്ടും തുറക്കുന്നുണ്ട്. മുഴുവൻ രക്തവും വാർന്നിട്ടാണ് ഈശോയെ കുരിശിലേക്ക് കയറ്റണത്. അങ്ങനെ 6 മണിക്കൂറോളം കുരിശിൽ കിടന്ന് ഇങ്ങനെ സഫോക്കേഷനാണ്. കുരിശിൽ ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാതെ, രക്തം പമ്പ് ചെയ്യാത്ത വിധത്തിൽ ഈ വൈദ്യശാസ്ത്രം പറയണതനുസരിച്ച് ഹൃദയം പൊട്ടിമരിച്ചു, ഹാർട്ട് റപ്ചറിങ് എന്നാണ് പറയണേ. അതായത് ഹാർട്ട് എക്സ്പ്ലോഷൻ. ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അതുകൊണ്ടായിരിക്കും ഒരു രക്തവും ഇല്ലാതെ കിടക്കുന്ന ഒരാളുടെ നെഞ്ചിൽ കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പിന്നീട് ഒഴുകിയത് ഈ പൊട്ടിയ ഹൃദയത്തിൽ നിന്നായിരിക്കണം. വൈദ്യശാസ്ത്രം പറയുന്ന കാര്യമാണ് ഹൃദയം പൊട്ടിയ കർത്താവ് മരിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ കുത്തുമ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗഷ്ഡ് ഫോർത്ത്. അതായത് ഉറവക്കണ്ണിൽ നമ്മളിങ്ങനെ വെള്ളം കണ്ടെത്താനായിട്ട് ഇങ്ങനെ കുത്തി നടക്കുമ്പോൾ അവസാനം ഉറവക്കണ്ണിൽ കുത്തുമ്പോൾ അവിടെ നിന്ന് വെള്ളം പൊട്ടി ചീറ്റി ഒഴുകുന്നത് പോലെ അത്രയ്ക്ക് നമ്മോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ചീറ്റി ഒഴുകുന്ന കാര്യമാണ് പറയുന്നത്, വെറുതെ അല്ല. ബോബിയച്ചനൊക്കെ പറഞ്ഞ ഈ ഒരു കാര്യം സഞ്ചാരിയുടെ ദൈവം എന്ന് പറയുന്ന പുസ്തകത്തിൽ സെമിനാരിയിലെ ആദ്യത്തെയോ 2ാമത്തെയോ വർഷത്തിൽ വായിച്ചിട്ടുള്ളത്. ഇപ്പോഴും മറക്കാത്തതിൻ്റെ കാരണം കർത്താവിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വന്നു തുടങ്ങി ഇങ്ങനെ ഉള്ളിലിങ്ങനെ കിട്ടിയേക്കണമുണ്ടാകും. ഇത്രയ്ക്കും പീഡനങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചതുകൊണ്ടാണ്. എൻ്റെ ദൈവം എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്രയും വലിയ പീഡനങ്ങൾ ഈ കുരിശിൽ നടന്നതുകൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടിയേക്കണേ. അല്ലാതെ നമ്മളുടെ ആരുടെയും ഒരു യോഗ്യത കൊണ്ടല്ല, നമ്മളുടെ പ്രാർത്ഥനകളുടെ ആഴം കൊണ്ടല്ല, മേന്മ കൊണ്ടല്ല, ഈ തിരുക്കുമാരൻ്റെ തിരുക്കുരിശിൻ്റെ യോഗ്യതയാൽ, അവിടെയുള്ള തിരുമരണത്തിൻ്റെ ആ പാടുപീഡകളുടെ യോഗ്യതകളാൽ, അവിടെ നിന്നൊഴുക്കിയ തിരുരക്തത്തിൻ്റെ യോഗ്യതകളാലാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുന്നത്, വീണ്ടെടുക്കപ്പെടുന്നത്, നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വർഷിക്കപ്പെടുന്നത്.
ഈ കരുണക്കൊന്തയൊക്കെ ഇത്രയ്ക്ക് പവർഫുൾ ആവാനുള്ള കാരണം ഇതാ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായി. ഈ കുരിശിൻ്റെ ശക്തിയാൽ മാത്രമാണ് ക്രിസ്ത്യാനി രക്ഷിക്കപ്പെടുന്നത്, അവൻ ശക്തനാക്കപ്പെടുന്നത്, അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നതെന്ന് ഇനി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ സാധാരണ തടിക്കഷണങ്ങളെ പോലെ നിങ്ങൾ നിന്ദിച്ചുവെന്ന് കാലങ്ങൾക്ക് മുൻപേ പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിറവേറും. എനിക്ക് കുരിശ് വേണ്ടെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ, എനിക്ക് കുരിശ് വേണ്ടെന്നേ. കുരിശില്ലാത്ത ജീവിതം മതി, സഹനങ്ങളില്ലാത്ത ജീവിതം മതി. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ ഈ കുരിശിനെ വിട്ടിട്ട് ക്രിസ്ത്യാനി എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് ജീവിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണമെന്നല്ല. കുരിശിനെ വിട്ടിട്ട് നമുക്കൊരു ജീവിതമില്ലെന്ന് മനസ്സിലാക്കണം. ഈ കുരിശ് വഴിയാണ് ബലം കിട്ടുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഒരു ഡയറിയിൽ, നശിപ്പിക്കപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പ്, അവിടെ നിന്ന് കിട്ടിയ ഒരു ഡയറിയിൽ ഒരച്ഛൻ്റെ ഡയറി കുറിപ്പുകളാണ്. ആദ്യ ദിവസം തുടങ്ങി അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, വേദനകൾ, ഒരുപാട് പ്രയാസങ്ങൾ, അതെല്ലാം ഓരോന്നായിട്ട് എഴുതി അവസാനം ഇനിയും ഒരുപാട് താളുകൾ ബാക്കി നിൽക്കി അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് ഡയറി കുറിപ്പ് അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ എന്താണ് അവസാനം എഴുതിയേക്കണമെന്ന് നമുക്കറിയണമല്ലോ. അവസാനത്തെ താള് നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇന്നലെ രാത്രിയിൽ എനിക്കൊരു ദർശനമുണ്ടായി, ആ ദർശനത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ ആഴം കണ്ടു, പിന്നീട് എൻ്റെ മുറിവുകൾ എന്നെ കരയിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയിൽ എനിക്കൊരു ദർശനമുണ്ടായി, ആ ദർശനത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ ആഴം കണ്ടു, പിന്നീട് എൻ്റെ മുറിവുകൾ എന്നെ കരയിച്ചിട്ടില്ല. ഈ മുറിവുകൾ, ഈ പീഡാസഹനങ്ങൾ ധ്യാനിക്കാത്തത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞു പ്രശ്നങ്ങൾ പോലും വലിയ കുരിശുകളാണെന്ന് പറഞ്ഞ് മാറ്റിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കുരിശുമെടുത്ത് വരാൻ ക്രിസ്തു പറഞ്ഞിട്ട് എനിക്ക് കുരിശേ വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഓടി മാറിക്കൊണ്ടിരിക്കണേ. അരുണാചൽ പ്രദേശിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം, എന്നിട്ട് പറയും ദുഃഖവെള്ളിയാഴ്ചത്തെ ആ ഒരു പ്രദക്ഷിണം കുരിശിൻ്റെ വഴി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അച്ഛാ. എതിർപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു, എന്നിട്ടും മൂന്ന് ഗ്രാമങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ കുരിശിൻ്റെ വഴി നടത്തുന്നുണ്ട്. എതിർക്കുമെന്ന് പറഞ്ഞിരുന്നവർ ഞങ്ങളെ ആക്രമിക്കാനായിട്ട് വന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ചിട്ട്. അവർ ചാടി വീണ് ആക്രമിക്കുന്നത് ഇങ്ങനെ കുരിശുമായിട്ട് മുന്നേ പോകുന്ന അച്ഛനെയായിരുന്നു. ഒരു മൂർച്ചയുള്ള വാള് വെച്ച് അവരച്ഛൻ്റെ കൈ വെട്ടി മാറ്റുന്നുണ്ട്. താഴെ ഇങ്ങനെ കൈ വെട്ടിമാറ്റിപ്പെട്ട് കിടക്കുന്ന നേരത്ത് ആ സമയത്ത് ഞങ്ങൾ നോക്കുന്നുണ്ട്, വെട്ടിമാറ്റപ്പെട്ട കയ്യിൽ വിട്ടുകളയാതെ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന കുരിശ്. അത് ഞങ്ങൾക്ക് തന്ന ബലം ചെറുതൊന്നുമല്ല. അവൻ ഫോൺ ചെയ്യുമ്പോൾ പോലും അവൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ട്. അച്ഛനെ ആശുപത്രിയിലാക്കി അക്രമികളെ ഓടിച്ചു കളഞ്ഞ് അതേ കുരിശ് കൊണ്ട് തന്നെ, അച്ഛൻ്റെ രക്തം കിനിഞ്ഞിറങ്ങുന്ന അതേ കുരിശ് കൊണ്ട് തന്നെ ഞങ്ങൾ ആ കുരിശിൻ്റെ വഴി പൂർത്തിയാക്കി. കുരിശ് വിട്ടുകളയാൻ പാടില്ല എന്നേ. ഇങ്ങനെ വെട്ടിമാറ്റപ്പെട്ട കയ്യിൽ ഇങ്ങനെ വിട്ടുകളയാതെ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന കുരിശിനെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് ആഘോഷിക്കാനായിട്ട്. കാരണം ഇങ്ങനെ കുരിശിനെ ഏറ്റെടുക്കാൻ മനസ്സാകുന്നവരെ ഉണ്ട്. ആ കുരിശ് വേണ്ട എന്ന് പറയുന്നതോടുകൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമല്ലാതായി മാറുന്നുണ്ട്. നിനക്ക് കുരിശ് വേണ്ട എന്ന് പറയുന്ന പത്രോസ്ലീഹയോട് കർത്താവ് പറയും, സാത്താനെ ദൂരേക്കോ. കാരണം സാത്താൻ്റെ വഴി കുറുക്ക് വഴിയാണ്, അത്ഭുതങ്ങളുടെ വഴിയാണ്. ക്രിസ്തുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. എനിക്ക് കുറുക്ക് വഴി വേണോ, സാത്താൻ്റെ വഴി വേണോ, അതോ കുരിശ് വഴി ക്രിസ്തുവിൻ്റെ വഴി വേണോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ദിവസമായിട്ട് ഈ ഒരു ദുഃഖ വെള്ളിയാഴ്ച എടുക്കുക. കുരിശ് മാറ്റി നിർത്തിയിട്ട് ക്രിസ്ത്യാനിക്കൊരു ജീവിതമില്ലെന്നറിയുക. കുരിശ് വഴി ക്രിസ്തുവിൻ്റെ വഴിയാണ് എന്നും. ആ കുരിശിനെ ഇങ്ങനെ ക്രിസ്തു പുണർന്നത് കണക്ക് സ്നേഹത്തോടുകൂടെ പുണരാനും ഏറ്റെടുക്കാനുമുള്ള ഒരു കൃപയും അനുഗ്രഹവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ ആഴം കാണുന്നതോടുകൂടെ പിന്നീട് എനിക്ക് എൻ്റെ കുരിശുകളെക്കുറിച്ച് പരാതിയില്ലാതാവും. ആ കുരിശിൽ അവൻ സഹിച്ച പീഡകളോട് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ വേദനകൾ സഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഈ കുരിശിനെ, ഈ സഹനങ്ങളെ ഉയർപ്പാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചെന്നും വരും. അതിന് കുരിശിനെ ഏറ്റെടുക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള വലിയ കരുത്ത് ലഭിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഈ ദുഃഖവെള്ളിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ ക്രിസ്തു അനുഗ്രഹിക്കട്ടെ.